കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്ന ഉറപ്പായിട്ടും ഈ വീഡിയോ ചെയ്യാതെ ഞാൻ തന്നെ ഇതിന് അഡ്വാൻസ് കൊടുത്തത്. അത്രക്കൊരു പ്രൈം ലൊക്കേഷനിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. അപ്പം വീഡിയോ കാണാം. ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടയം പട്ടണത്തിന്റെ ഹൃദയ ഭാഗത്താണ്. നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റല്, മാതാ ഹോസ്പിറ്റലും ഒക്കെയുള്ള കാരിത്താസ് ജംഗ്ഷനിൽ. ഇവിടുന്ന് 50 മീറ്റർ പോലും ഇല്ല നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ട് ഉള്ള വേ എന്ന് പറയുന്നത്. നമ്മുടെ MC റോഡിലെ തിരക്കിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ഫ്ലാറ്റുകളും വലിയ വില്ലാസുമാണ് കൂടുതൽ വന്നേക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ആഡംബര വീട്. അപ്പോൾ വീടിന്റെ ലൊക്കേഷൻ കണ്ടു. ഇത്രയും പ്രൈം ലൊക്കേഷനിലാണ് വീടിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഒരു വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു ബംഗ്ലാവ് എന്നൊക്കെ പറയും. കാരണം സ്ട്രോങ് മതില്, വലിയൊരു ഗേറ്റ്, അവിടെ നേരെ വന്ന് നല്ല ഉരുളങ്കല്ലിൽ പതിപ്പിച്ച നല്ലൊരു മിറ്റം, രണ്ട് സൈഡിലും നല്ലൊരു ഗാർഡൻ. ഇവർ അബ്രോഡാണ് കേട്ടോ, എന്നിട്ടും നല്ല ക്ലീൻ ആയിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുമാതിരി പറ്റാവുന്ന പോലെ. അതുപോലെ നല്ലൊരു കാർ പാർക്കിംഗ് കണ്ടോ. അത് മാത്രമല്ല മിറ്റത്ത് വേണേ 4-5 കാറുകൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഗസ്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരധികം ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തിരുന്ന് സൊറ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ ഒരു വരാന്ത. അത് ഇപ്പോഴത്തെ ന്യൂജൻ വീടുകൾക്ക് അധികം ഇല്ല. ഈ ഡ്രോയിങ് റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, വലിയ ഒരു ഡൈനിങ് ടേബിളാണ് ഇട്ടേക്കുന്നത്. അതുപോലെ ഒരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പടപണ്ടാരൻ സോഫ സെറ്റ്, അതുപോലെ TV യൂണിറ്റ്, ഇതൊക്കെ ഉണ്ടോ. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ഈ റൂമുകളിലോട്ട് വന്നാലും ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണ്. ഇവിടെ ഇട്ടേക്കുന്നത് 2 ഡബിൾ കോട്ട് കട്ടിലുകൾ ഒരുമിച്ചാണ്. അതുപോലെ ഇവിടെ തന്നെ തടിയിലാണ് ഇവരുടെ മിക്ക സ്റ്റോറേജ് സ്പേസുകളും. അപ്പോൾ 2 ബെഡ്റൂമുകളാണ് താഴെ. അപ്പോൾ 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ഒന്നിന് ഇന്ത്യനും ഒരെണ്ണത്തിന് യൂറോപ്യനുമാണ് വന്നേക്കുന്നത്. അപ്പം ഇത്രയാണ് താഴത്തെ നിലയിലെ വിശേഷം. കിച്ചൺ ഏരിയ പറഞ്ഞില്ലല്ലോ, വലിയ കിച്ചൺ ഏരിയയാണ്. വേണം ഒരു ഡൈനിങ് ടേബിളും കൂടി ഇവിടെ ഇടാം ഇനി. അതുപോലെ 3 സെഷനായിട്ടാണ്. ഇത് ആദ്യത്തെ സെഷൻ, ഇതിപ്പോൾ 2ാമത്തെ സെഷൻ. ഇവിടുത്തെ കബോർഡ് വർക്ക് എല്ലാം തടിയിലാട്ടോ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പുറത്ത് വർക്ക് ഏരിയ. ഇനി മേളിലോട്ട് കയറാം. മുകളിലെ നിലയിൽ മുഴുവൻ 3 ബെഡ്റൂമുകളാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒന്നും അവർ ഉപയോഗിക്കുന്നൊന്നുമില്ല, കാരണം ഇവരെല്ലാം പുറത്താണ്. അതുകൊണ്ട് തന്നെ മേളിലത്തെ റൂമുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ഇവരെ ബാൽക്കണി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ദാ കാണുന്നതാണ് കാരിത്താസ് ഹോസ്പിറ്റൽ. അപ്പൊ കാരിത്താസ് ഹോസ്പിറ്റല്, അതുപോലെ മാതാ ഹോസ്പിറ്റലൊക്കെ എന്തുമാത്രം തൊട്ടടുത്താന്ന് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ ചുറ്റിനും വലിയ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെയാണ്. അപ്പൊ ബാക്കിയുള്ള 2 ബെഡ്റൂം കൂടി കാണിക്കാം. അപ്പം മൊത്തം 3 ബെഡ്റൂം അല്ല ഞാനിപ്പോൾ കാണിച്ചത്. ഇനിയുള്ള 2 ബെഡ്റൂം കൂടിയുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ മേളിൽ തന്നെ. അപ്പം തുറക്കട്ടെ കേട്ടോ. അപ്പം ഇത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബെഡ്റൂം, ഇതവിടെ സെക്കൻഡ് ബെഡ്റൂം, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ്. ഇത്രയാണ് വരുന്നത് ഇവിടുത്തെ മേളിലത്തെ നിലയിൽ. ഇതാണ് ഒരു ബെഡ്റൂം, വലിയ ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ അബ്രോഡ് ആയതുകൊണ്ട് ഈ ഒരു മേളിലത്തെ നിലയൊക്കെ യൂസിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ ഇതാണ് ഇവരുടെ 2ാമത്തെ ബെഡ്റൂം. ഇതും നല്ല സ്പേഷ്യസ് ആകട്ടോ. ഇവരെ ഇഷ്ടം പോലെയുള്ള പഴയ ഫർണിച്ചേഴ്സ് എല്ലാം ഈ 2 റൂമിൽ കൊണ്ട് നിറച്ചേക്കുവാണ്. അപ്പോൾ ഈ 2 ബെഡ്റൂമിനും വേണ്ടിയിട്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യനാണ്. അപ്പോൾ ഇത്രയാണ് മേളിലുള്ള വിശേഷങ്ങൾ. അതുപോലെ ഇത് മൊത്തം 20 സെന്റ് സ്ഥലമാണ്. 19.5 സെന്റാണ്. അതിനകത്ത് 20 സെന്റിന് അടുത്തുണ്ട്. അപ്പോൾ ഇതിന്റെ പുറകിൽ ഇച്ചിരി പ്ലോട്ടായിട്ടൊരു 10-12 സെന്റ് കിടക്കുന്നു. അങ്ങോട്ടേക്ക് സെപ്പറേറ്റ് വഴി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഷെഡും ഉണ്ട്. നമുക്ക് അവിടെ കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ വീഡിയോയിൽ. ഇത് നമ്മുടെ വീട്. അപ്പം നേരെ പുറകിലോട്ട് വന്നാൽ ഇവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ട്. അതുപോലെ ആ പുറകിൽ കിടക്കുന്ന പ്ലോട്ട് അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 19.5, ഏകദേശം പ്രത്യക്ഷത്തിൽ 20 സെന്റിന് അടുത്ത് വരും ഈ മൊത്തം പ്രോപ്പർട്ടി എന്ന് പറയുന്ന. അതും കൂടി ചേർത്ത് ഈ പറമ്പും എല്ലാം കൂടി ചേർത്തിട്ടാണ് മൊത്തം 20 സെന്റ് സ്ഥലം വരുന്നത് ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ. അതുപോലെ തന്നെ ഇവിടെ കിണറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരാം. അത് ഇതിന്റെ വിലയാണ്. ഇദ്ദേഹം സെന്റിന് 6 ലക്ഷം രൂപ വെച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ വീടിന് വില കൂട്ടുന്നില്ല കേട്ടോ. അപ്പം ഈ 19.5 സെന്റ് സ്ഥലം ഇപ്പൊ നിലവിൽ ആസ് പെർ ആധാരം 19.5 സെന്റ് സ്ഥലമാണ്. 19.5 സെന്റ് സ്ഥലത്തിന് സെന്റിന് 6 ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബംഗ്ലാവ്, ഈ ആഡംബര വീട് ഉൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിന് കാശ് കൊടുക്കേണ്ടതില്ല. അപ്പം ബ്രോക്കറോ കമ്മീഷൻ ഏജന്റോ ഒന്നും ഇല്ലാതെ ഞാൻ ഓണറുടെ നമ്പർ തന്നെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരിട്ട് വിളിച്ചോളൂ. പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഓണറുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ ബ്രോക്കർമാരില്ലാതെ സ്ഥലങ്ങൾ മേടിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.